എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന പുതിന ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു കൈപ്പിടി പുതിന ചേർത്ത് കൊടുക്കാം. 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 1-2 പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പുളി ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു പകുതി നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. നാരങ്ങ നീര് ചേർക്കുന്ന സമയത്ത് കുരു ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ടാൽ കയ്പ്പ് രസം വരും. അപ്പോൾ കുരു മാറ്റിയിട്ട് നീര് മാത്രമാണ് പിഴിഞ്ഞു കൊടുക്കേണ്ടത്. നാരങ്ങ നീരിന് പകരമായിട്ട് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി. ഒരുപാട് ചേർക്കരുത്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ക്രഷ് ചെയ്തെടുക്കാം. വിപ്പ് ചെയ്താലും മതിയാവും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചത് സെർവ് ചെയ്യാം. ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും നല്ല നല്ല സിമ്പിൾ റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.